ചലച്ചിത്ര താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ എല്ലാവരും രാജിവച്ചിറങ്ങി എന്ന സംഘടന തന്നെ പ്രസ്താവന ഇറക്കുന്നു. പിറ്റേന്ന് യുവതലമുറയിലെ സരയു പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് രാജിവച്ചിട്ടില്ലെന്ന്. സരയു മാത്രമല്ല, അനന്യയും വിനു മോഹനും രാജിവച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെടുത്തുന്നു. രാജിയെ ടോവിനോ തോമസും എതിർത്തു എന്ന് ഈ താരങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അമ്മയിലെ കൂട്ടരാജിക്ക് കുറ്റബോധത്തിന്റെയും കുറ്റസമ്മതത്തിന്റെയും ഛായയായിരുന്നു. ധാർമ്മിക ഉത്തരവാദിത്തമേറ്റ് സാധാരണ രാജിവെക്കുന്നത് ആരോപണ വിധേയരോ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ പേരുള്ളവരോ ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ രാജിവെച്ചതിൽ ബാബുരാജ് ഒഴികെ മറ്റാരും തന്നെ ആരോപണ വിധേയരായിരുന്നില്ല. നിങ്ങളുടെ കുറ്റബോധം നിങ്ങൾ തന്നെ ചുമന്നാൽ മതിയെന്നാണ് സിനിമയിലെ മേലാളന്മാരോട് സരയു പറഞ്ഞത്. ഈ നിലപാടിനെയാണ് കാവ്യനീതി എന്ന് വിളിക്കേണ്ടത്. സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നു. അമ്മയെ തിരുത്തുന്ന മക്കൾ. മോഹൻലാൽ പടിയിറങ്ങാൻ തീരുമാനിച്ചു. അതിന് കാരണം ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ വേണ്ട, എല്ലാവരും ഒന്നിച്ചിറങ്ങട്ടെ എന്ന് മമ്മൂട്ടി നിർദ്ദേശിച്ചു എന്നാണ് കഥ. ഒറ്റയ്ക്ക് രാജിവെക്കുന്നതിലെ നാണക്കേട് ഒഴിവാക്കാൻ എല്ലാവരെയും ബലി കൊടുത്തോ എന്ന ചോദ്യം ആ നിമിഷം തന്നെ ഉയരുകയും ചെയ്തിരുന്നു. ജനറൽ സെക്രട്ടറി സിദ്ദിഖും നടൻ ബാബുരാജും ഒഴികെ മറ്റാരുടെയും രാജിക്ക് നിലവിൽ അറിയപ്പെടുന്ന കാരണങ്ങളൊന്നുമില്ല. പിന്നെന്തിനാണ് മോഹൻലാൽ ഉൾപ്പെടെ രാജിവെച്ചത്? ആരോപണ വിധേയർ ചെയ്ത കുറ്റങ്ങൾക്ക് അമ്മ എന്ന സംഘടനയ്ക്ക് എങ്ങനെയാണ് ഉത്തരവാദിത്തം എന്ന ചോദ്യത്തിൽ നിന്ന് വേണം ആ കുറ്റബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ. നിലവിൽ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലോ പുറത്തുന്നയിച്ച പരാതികളിലോ മോഹൻലാൽ പരാമർശിക്കപ്പെടുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്. ഒരു ബംഗാളി നടി കേരളത്തിലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നത് 2009 അക്കാലത്ത് മോഹൻലാൽ അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്. മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ പരാതി നൽകുമ്പോൾ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റും. സിദ്ദിഖിനെതിരെ യുവനടി പരാതി നൽകുമ്പോഴും മോഹൻലാൽ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ്. അലൻസിയർക്കെതിരെ പരാതി നൽകുമ്പോഴും അങ്ങനെ തന്നെ. നടൻ ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലാകുമ്പോൾ അവൾക്കൊപ്പം നിൽക്കുമെന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന നയം പ്രഖ്യാപിച്ചതും മോഹൻലാലാണ്. ധാർമ്മികമായി മാത്രമല്ല, സംഘടനാപരമായും ഈ കുറ്റങ്ങളിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉത്തരം പറയാൻ മോഹൻലാൽ തീർച്ചയായും ബാധ്യസ്ഥനാണ്. വിജയ് ബാബുവിന്റെ കാര്യവും എടുക്കാം. അമ്മ ഒരു ക്ലബ്ബല്ലേ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കാം, ഇങ്ങനെയൊക്കെയാണ് മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും അംഗങ്ങളായ സംഘടനയ്ക്ക് ഒരു പരാതി പരിഹാര സമിതി നിർബന്ധമാണ്. ആ ഇന്റേണൽ കമ്മിറ്റി നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടയാളാണ് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു. വിജയ് ബാബുവിനെതിരെ നടപടിയല്ല ഉണ്ടായത്. എക്സിക്യൂട്ടീവിൽ നിന്നും മാറി നിൽക്കാം എന്ന കത്ത് വാങ്ങി അത് ഫയലിൽ വയ്ക്കുക മാത്രമായിരുന്നു. 4 എക്സിക്യൂട്ടീവിൽ പങ്കെടുത്താലും സിറ്റിംഗ് ഫീസ് ഒന്നും കിട്ടിയിട്ട് കഞ്ഞി കുടിക്കേണ്ട സ്ഥിതി ഇല്ലാത്തതിനാൽ വിജയ് ബാബുവിന് നിലവിൽ നഷ്ടമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്റേണൽ കമ്മിറ്റി നടപടിക്ക് നിർദ്ദേശിച്ചാൽ അത് നടപ്പാക്കാൻ പ്രസിഡന്റിന് ബാധ്യതയില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മോഹൻലാലാണ്. ഇതിന് മാത്രമല്ല, കുറഞ്ഞത് ഇത്തരത്തിലുള്ള അരഡസൻ ചോദ്യങ്ങൾക്കെങ്കിലും അമ്മ പ്രസിഡന്റ് ഉത്തരം പറയേണ്ടതുണ്ട്. അതൊഴിവാക്കാൻ ഈ രാജി കൊണ്ട് കഴിയുമോ? അമ്മ ഓഫീസിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അമ്മയുടെ കാര്യം ചോദിച്ചാൽ മതിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇനി മോഹൻലാൽ ഒരു ചോദ്യത്തിനും ഉത്തരം പറയേണ്ടതില്ല. അമ്മയുടെ ഭാരവാഹിത്വം ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി ക്യാമറകളും ഒഴിവാക്കാം. മധുവും ബാലചന്ദ്രമേനോനും അമ്മയെ നയിച്ചത് 2ാം ഭരണസമിതിയിലാണ്. അതിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും പ്രാതിനിധ്യമുണ്ടായിരുന്നില്ല. അമ്മയിൽ പല വിവാദ തീരുമാനങ്ങളും നടപ്പാക്കിയതും അക്കാലത്തായിരുന്നു. ഇതോടെ ആ സംഘടനയെ പിടിച്ചെടുത്തത് ഇന്നസെന്റിനെ മുന്നിൽ നിർത്തിയാണ്. അന്നു മുതൽ മോഹൻലാലിന് നിർണായക പദവി ഇല്ലാത്ത കാലമുണ്ടായിട്ടേയില്ല. അമ്മ ശരിക്കും ഒരു മറയായിരുന്നു. നടന്മാർക്ക് മറ്റുമെതിരെ നടിമാർ ഉന്നയിച്ച പരാതികൾ ഒതുക്കി തീർത്തിരുന്ന ഒരു സ്ഥലം. ഈ പരാതികളിൽ 90% പൊതുമണ്ഡലത്തിൽ എത്താതിരിക്കുക എന്നത് ഈ സംഘടനയിലെ ചിലരുടെ താല്പര്യമായിരുന്നു. അതിനുള്ള ഒത്തുതീർപ്പുകളാണ് ഈ സംഘടനയിൽ പ്രധാനമായും നടന്നിരുന്നത്. പരാതി പിൻവലിക്കുന്നതിന് പ്രതിഫലമായി 1-2 സിനിമകളൊക്കെയായിരുന്നു വാഗ്ദാനം.
പണം കൈമാറി ഒത്തുതീർപ്പ് നടക്കാറുണ്ട് എന്നതിന്റെ സൂചന എം മുകേഷ് MLA തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുമാണ്. 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നായിരുന്നു MLAയുടെ കുറ്റാരോപണം. പണം കൈമാറി നിരവധി ഒത്തുതീർപ്പുകൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ നടന്നു എന്നതിന്റെ സൂചനയായിരുന്നു അത്. ശരിക്കും ഏറ്റവും നിയമവിരുദ്ധമായ കാര്യമായിരുന്നു അവിടെ നടന്നത്. പോലീസ് അന്വേഷിക്കേണ്ട അതീവ ഗുരുതരമായ ആരോപണങ്ങൾ പോലും നാട്ടുകൂട്ടത്തിൽ എന്നതുപോലെ തീർപ്പാക്കുകയായിരുന്നു അമ്മയിൽ. സംഘടനയുടെ പിടിവിട്ടു പോയ പരാതികളാണ് പിന്നീട് പൊതുമണ്ഡലത്തിലെത്തിയ അരഡസൻ കേസുകൾ. പക്ഷേ ഇത് ഇവിടെ അവസാനിക്കില്ല എന്ന് ഇപ്പോൾ വ്യക്തമായി. സർക്കാർ പ്രത്യേക സംഘം രൂപീകരിച്ച് 24 മണിക്കൂർ കഴിയും മുൻപ് 17 പരാതികളാണ് ലഭിച്ചത്. അതിൽ 12 എണ്ണവും ഇതുവരെ പൊതുസമൂഹത്തിൽ ചർച്ചയാകാത്തവയാണ്. ഈ കണക്കാണ് ശരിക്കും കണ്ണു തുറപ്പിക്കേണ്ടത്. സംഘടന കേസുകൾ ഒതുക്കിയിരുന്നത് നഷ്ടപരിഹാരം നൽകി മാത്രമല്ല, സിനിമയിൽ നിന്നും വിലക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയും മറ്റ് ഭീഷണികൾ ഉപയോഗിച്ചുമാണ്. സിനിമയെ കലയായും ഉപജീവന മാർഗമായും കരുതുന്നവർക്ക് ഈ മേലാളന്മാർ പറഞ്ഞിരുന്നത് അനുസരിക്കുക മാത്രമേ ഗതിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ പ്രസിഡന്റിന്റെയും മുതിർന്ന ഭാരവാഹികളുടെയും രാജി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് എന്ന് സമ്മതിക്കാൻ കഴിയില്ല. അതൊരു കുറ്റസമ്മതം തന്നെയാണ്. ലഭിച്ച പരാതികളിൽ ഒരു നടപടിയും എടുക്കാത്തതിന്റെ ഉത്തരവാദിത്തവും ചുമതലാബോധവും ഒരിക്കലും അമ്മ പ്രസിഡന്റിന് കൈയൊഴിയാവുന്നതുമല്ല. ഞങ്ങൾ എന്തിന് രാജിവെക്കണം എന്ന സരയുവിന്റെ ഒരൊറ്റ ചോദ്യം മതി രാജിവെച്ചവരെ പൊള്ളിക്കാൻ. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.